ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നോമ്പിൻ്റെ 40-ാം ദിവസത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആയുസ്സിലൊരു ദിവസം കൂടി ദാനമായി നൽകിയ അങ്ങയുടെ വലിയ ദയയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഈ നോമ്പ് കാലം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു ശുദ്ധീകരണത്തിന് കാരണമായി തീരുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ആമേൻ. ഇന്നേ ദിവസം സഭയായി നാം ചിന്തിക്കുന്ന വിഷയം പാപബോധത്തിലൂടെയുള്ള ശുദ്ധീകരണം, പ്യൂരിഫിക്കേഷൻ ത്രൂ പെൻറ്റനൻസ്. ഈ വിഷയത്തെ ആസ്പദമാക്കി നമുക്ക് നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ഈ വേദഭാഗത്ത് നമുക്കേവർക്കും വളരെ സുപരിചിതമായ ഒരു ഉപമയെ പറ്റിയാണ് പറയുന്നത്. ധൂർത്തപുത്രൻ്റെ ഉപമ, ദ പാരബിൾ ഓഫ് ദ പ്രോഡിഗൽ സൺ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം നാം പഠിക്കുകയാണെങ്കിൽ അവിടെ നാം കാണുന്നത് വിജാതീയരും പാപികളും വേശ്യകളും തെറ്റിദ്ധരിക്കപ്പെടുന്നവരും രോഗികളുമായിട്ടുള്ള ഒരുപാട് പേരെയാണ്. ക്രിസ്തു തൻ്റെ രക്ഷ പ്രദാനം ചെയ്യുന്നത് യഹൂദന്മാർക്ക് മാത്രമല്ല, ഇവരെ എല്ലാവരെയും ഉദ്ദേശിച്ചിട്ടാണ് എന്നുള്ള സാർവത്രികമായ കാഴ്ചപ്പാടാണ് ഈ സുവിശേഷം നമുക്ക് നൽകുന്നത്. യേശു കർത്താവ് പറയുന്നു, ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നത്. ഇവിടെ ഈ ധൂർത്തപുത്രൻ തൻ്റെ പിതാവ് നൽകിയ സ്വത്തുക്കളൊക്കെയും നഷ്ടമാക്കി വളരെയധികം ശോചനീയമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അവന് മാനസാന്തരം ഉണ്ടാവുകയും തൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു പോകാം എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നു. അവിടെ അവൻ മകനായിട്ടല്ല, കാരണം തെറ്റു ചെയ്തു പോയി, അതുകൊണ്ട് ദാസനായി സ്വീകരിക്കണമേ എന്ന് അപേക്ഷിക്കുവാനായി നിൽക്കുമ്പോൾ തൻ്റെ ചിന്തകൾക്കൊക്കെയും വിപരീതമായി അവനെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്ന ഒരു പിതാവിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ ആ പിതാവ് പറയുന്നു, എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടു കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ആനന്ദിച്ചു. നാം ഓരോരുത്തരും പാപികളാണ്. വചനം പറയുന്നു, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. എന്നാൽ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നാം ബോധവാന്മാരായാൽ, അനുതാപ ഹൃദയത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുവാൻ നാം തയ്യാറായാൽ, നമ്മെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ട്, നമ്മുടെ യേശു കർത്താവ്. കാൽവരി ക്രൂശിൽ ചിന്തിയ രക്തം നമ്മെ ഓരോരുത്തരെയും ശുദ്ധീകരിക്കുന്നു. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ പറയുന്നു, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും പാപബോധത്തോടെ നമ്മുടെ പിതാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാം. നമ്മെ വാത്സല്യമായി സ്നേഹിക്കുന്ന നമ്മുടെ പിതാവിൻ്റെ നല്ല മക്കളായി ജീവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.